സാമുവേലിന്റെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നുള്ള 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ഫിലിസ്തീർ കൈവശപ്പെടുത്തിയ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 2. അഷ്ദോദിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ പേടകം ഫിലിസ്തീർ ആരുടെ ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചത്? ഉത്തരം ദാഗോന്റെ. ചോദ്യം 3. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചത് ക്ഷേത്രത്തിന്റെ എവിടെയായിട്ടാണ്? ഉത്തരം ദാഗോന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 4. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. ചോദ്യം 5. ദാഗോന്റെ ബിംബം വീണ് കിടക്കുന്നത് കണ്ട അഷ്ദോദുകാർ എന്താണ് ചെയ്തത്? ഉത്തരം അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ചോദ്യം 6. 2-ാം ദിവസം ദാഗോന്റെ ബിംബത്തിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം കർത്താവിന്റെ പേടകത്തിന് മുന്നിൽ മറിഞ്ഞു കിടന്നു. ചോദ്യം 7. ദാഗോന്റെ ശരീരഭാഗങ്ങളിൽ ഏതൊക്കെയാണ് അറ്റുപോയത്? ഉത്തരം തലയും കൈകളും. ചോദ്യം 8. ദാഗോന്റെ അറ്റുപോയ തലയും കൈകളും എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം വാതിൽപ്പടിയിൽ. ചോദ്യം 9. ദാഗോന്റെ ഏതു ഭാഗം മാത്രമാണ് അവശേഷിച്ചത്? ഉത്തരം ഉടൽ. ചോദ്യം 10. ദാഗോന്റെ തലയും കൈകളും അറ്റ് ക്ഷേത്രത്തിന്റെ വാതിൽപ്പടിയിൽ കിടന്നതുമൂലം പിന്നീട് ദാഗോന്റെ പുരോഹിതർ എന്തു ചെയ്തില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം വാതിൽപ്പടിയിൽ ചവിട്ടിയില്ല. ചോദ്യം 11. പൂരിപ്പിക്കുക. അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും ഡാഷ് ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്. ഉത്തരം അഷ്ദോദിലുള്ള. ചോദ്യം 12. കർത്താവിന്റെ കരം ആർക്കെതിരെ പ്രബലമായി എന്നാണ് 1 സാമുവേൽ 5:6 പറയുന്നത്? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 13. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരുടെ മേൽ കർത്താവിന്റെ കരം പ്രബലമായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കുരുക്കൾ വരുത്തി. ചോദ്യം 14. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ. ചോദ്യം 15. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം ആരുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നുവെന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ. ചോദ്യം 16. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യണമെന്നാണ് അഷ്ദോദുകാർ പറഞ്ഞത്? ഉത്തരം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട. ചോദ്യം 17. അഷ്ദോദുകാർ ആരെയാണ് ആളയച്ച് വിളിച്ചു കൂട്ടിയത്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാരെ. ചോദ്യം 18. പൂരിപ്പിക്കുക. അവർ ആളയച്ച് ഫിലിസ്തീയ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി ഡാഷ് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉത്തരം ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം. ചോദ്യം 19. ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്തീയ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം ഗത്തിലേക്ക്. ചോദ്യം 20. ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി
ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഗത്ത്. ചോദ്യം 21. ദൈവത്തിന്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചു. ചോദ്യം 22. ഗത്തിൽ കർത്താവിന്റെ ശിക്ഷയ്ക്കിരയായത് ആരായിരുന്നു? ഉത്തരം ആബാലവൃദ്ധം ജനങ്ങളും. ചോദ്യം 23. ഗത്തിലെ ജനങ്ങളെ കർത്താവ് ശിക്ഷിച്ചത് അവരുടെ മേൽ എന്തു വർഷിച്ചാണ്? ഉത്തരം കുരുക്കൾ. ചോദ്യം 24. ദൈവത്തിന്റെ പേടകം ഗത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ് അയച്ചത്? ഉത്തരം എക്രോണിലേക്ക്. ചോദ്യം 25. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം എന്തിനു കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് എക്രോൺ നിവാസികൾ പറഞ്ഞത്? ഉത്തരം നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ. ചോദ്യം 26. ഇസ്രായേലിയരുടെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യാനാണ് എക്രോൺ നിവാസികൾ പറഞ്ഞത്? ഉത്തരം വിട്ടുകൊടുക്കുക. ചോദ്യം 27. എക്രോൺ നഗരത്തിൽ മുഴുവൻ സംഭ്രാന്തി പരക്കാൻ കാരണം എന്താണ്? ഉത്തരം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചതുകൊണ്ട്. ചോദ്യം 28. മരിക്കാതെ ശേഷിച്ച എക്രോൺ നിവാസികൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം കുരുക്കൾ ബാധിച്ചു. ചോദ്യം 29. എന്ത് ആകാശത്തിലേക്ക് ഉയർന്നതായാണ് 1 സാമുവേൽ 5:12 പറയുന്നത്? ഉത്തരം നഗരവാസികളുടെ നിലവിളി. ചോദ്യം 30. എക്രോൺ നഗരത്തെ മുഴുവൻ എന്തു ബാധിച്ചുവെന്നാണ് 1 സാമുവേൽ 5:11 പറയുന്നത്? ഉത്തരം സംഭ്രാന്തി. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.